എന്താടോ മുഖം വല്ലാതിരിക്കുന്നേ? ഇച്ചായ, ഞാൻ പറഞ്ഞതൊക്കെ കൂടിപ്പോയോ? എനിക്ക് വല്ലാതെ എന്തോ. അന്ന നിനക്ക് അവനെ അറിയാവുന്നതല്ലേ? ആ പോട്ടെ, സാരമില്ല. നീ അവനോട് പോയി ഒന്ന് സംസാരിക്കൂ. മോനെ, നീ അറിഞ്ഞോടാ, മമ്മിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ഇല്ല മമ്മി, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? ഒന്ന് വിളിച്ചൂടായിരുന്നോ? ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? എല്ലാ മമ്മി ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കെന്തിനാ മമ്മിയോട് ദേഷ്യം? നേരത്തെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നിനക്കൊന്നും തോന്നിയില്ലേ? ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? എന്റെ പൊന്നു മമ്മി, എനിക്കൊരു ദേഷ്യമില്ല. എന്റെ നല്ലതിന് വേണ്ടിയാ ഇതൊക്കെയെന്ന് എനിക്കറിയാം. പിന്നെന്തിനാ എന്റെ മമ്മിയോട് ഞാൻ വെറുതെ ദേഷ്യപ്പെടുന്നേ? നിനക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ. ഇപ്പോഴാണ് എനിക്കൊന്ന് സമാധാനമായ. ജസ്റ്റ് ചായ, ദേ ഇവിടെ ഇങ്ങോട്ട്. ദേ മോളെ, മര്യാദക്ക് അവിടെ നിന്നോ. എന്നെ അറിയാലോ നിനക്ക്. അയ്യടാ, ഞാൻ നിക്കൂല. വേണേൽ എന്നെ വന്ന് പിടിച്ചോ. അത്ര കായോട് നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാടി. ജയ്സെ, നീ അവനെ പോയെന്ന് വിളിച്ച്. അവനെ എഴുന്നേറ്റ് വരുന്ന നോക്കിയിരിക്കാണല്ലേ. അങ്ങനെ ഇരിക്കത്തെ ഉണ്ടാവുള്ളൂ. ആ മമ്മി, ഞാൻ വിളിച്ചിട്ട് വരാം. എന്താ ഒരു കിടപ്പ്? ആ ഇപ്പൊ ശരിയാക്കി തരാം. പിടിച്ചല്ലോ. ദേ ഇത്രേ ഉള്ളൂ. എന്തായിരുന്നു മോളെ വാചകടി? എന്തായിരുന്നു? വിടൂല മോളെ, നീ എത്ര രക്ഷപ്പെടാൻ നോക്കിയിട്ടും കാര്യമില്ല. ഇന്ന് ഞാനേ നിന്നെ സ്നേഹിച്ചങ്ങ് കൊല്ലാൻ പോവാ. അന്നേ നീ അയ്യേ എന്തോന്നിത്? എനിക്കൊന്നും വേണ്ട നിന്റെ സ്നേഹം. അയ്യോ അമ്മേ, എന്റെ നടു. എടാ പട്ടി, എന്തിനാണ് എന്നോട് ഈ ചതി? നീ എന്താടാ എന്റെ റൂമില്? ആഹാ, ഇത് കൊള്ളാലോ. എന്നെ തള്ളിയിട്ടതും പോരാ, എന്നിട്ട് അവന്റെ കോപ്പിലൊരു ചോദ്യവും. അതവിടെ നിൽക്കട്ടെ. നീ ആരോടോ സ്നേഹിച്ചു കൊല്ലുന്നോ മറ്റെന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ. നീ നീ അങ്ങനെ കേട്ടോ? ആവോ, എനിക്കോർമ്മല്ല. എന്നാലും ആരായിരിക്കും? എന്നാലും ആരായിരിക്കും? ആ, കണ്ടുപിടിച്ചോളാം. എന്നാലും അവൾക്ക് എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? ഞാൻ ആലോചിച്ചിട്ട് തന്നെ എനിക്ക് പേടിയാവുന്നു. അപ്പോൾ അവള് നിന്നെയൊക്കെ അതിനല്ലേ പറ്റൂ. ഇല്ലടാ, അവളെവിടെ? കാണുന്നില്ലല്ലോ. ദേലവള് വരുന്നേ. പറഞ്ഞ് നാക്കെടുത്തില്ല. 100 വയസ്സാണല്ലോ. ആരെ കുറ്റം പറഞ്ഞോണ്ടിരിക്ക? എന്ത് വയസ്സൊന്നായി കേട്ടല്ലോ. നിന്നെ പറഞ്ഞ് നാക്കെടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും കുരിശാണെന്നല്ലോ. 100 വയസ്സാ മോളെ നിനക്ക്. എന്റെ ഒരു കാര്യമേ, ഈ 100 വയസ്സ് ജീവിക്കണ ലക്ഷം ആലോചിക്കാനേ വയ്യ. ഓക്കല്ലേ, ഈ റേഞ്ചിൽ പോകൂല മോളെ. അല്ല, നല്ല ചിരിച്ചു കളിച്ചിട്ടാണല്ലോ വരുന്നത്. എന്താണ്? അത് പോയിക്കാൻ എനിക്കറിയാലോ. അല്ലട മോനെ, നീ ഒന്ന് പറഞ്ഞല്ലോ കുരിശ് അങ്ങനെ എന്തോ. ആരടാ നിന്റെ കുരിശ്? ആരടാ? അതല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ വിഷയം. നീ എന്തിനാ ചിരിച്ചെന്ന് പറ. വീണ്ടും ചിരിക്കുന്നു. എന്തുവാണ് ഇത്ര ചിരിക്കാനുള്ള കാര്യം? നീ സസ്പെൻഷൻ അത് വേഗം കാര്യം പറഞ്ഞേ. എനിക്ക് ചിരിക്കാനിട്ട് വയ്യ. അത് പിന്നെ വരുന്ന വഴിക്ക് ആ കടവ് കെട്ട് ഡോസ് അങ്ങോട്ട് കൊടുത്തു. ഒരു ചിന്ന ഡോസ്. എങ്ങനെയുണ്ട്? ഏടി റോസെ, എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ കൂളായി നിൽക്കുന്നേ? ഓ കൂപ്പ്, പാടിന്നാ തോന്നുന്നേ. എന്താടാ, അതിന്റെ കാറ്റ് പോയാ? ആണെന്നാ തോന്നുന്നേ. നീ ഒന്ന് ഇറങ്ങിക്ക. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പേട്ട വണ്ടിയിൽ വരണ്ടാന്ന്. ഇപ്പൊ എന്തായി? നീ എന്നെ നോക്കിയിട്ട് വല്ല കാര്യമില്ല. നീ ഒന്ന് ഇറങ്ങിക്ക. ഇത് സൈഡിലൊന്ന് ഒതുക്കട്ടെ. ഭാഗ്യത്തിന് ഇവിടെ അല്ലേ കേടായേ. ഇനി 2 മിനിറ്റ് നടക്കാനുള്ളൂ. ഇതേ കോളേജ് എത്തി. നീ നടന്നോ, ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ആടാ, ഞാൻ ഫ്രണ്ടിൽ കാണും. നീ അങ്ങോട്ട് എത്തിയേക്ക്. ഇവനിതെന്താ വരാത്ത? കുറെ ടൈമായാലും പോയി നോക്കിയാലോ? വേണ്ട, ഇവിടെ തന്നെ നിന്നേക്കാം. ഓ എൻ്റെ അമ്മ, ഇതെന്താണ്? കുത്തൊഴുക്കാണല്ലോ. ഒന്ന് നേരത്തെ വന്നാൽ എന്താ? അത് പറ്റൂല. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു.
ഇവിടെ നിന്നിട്ട് ഒന്നും തള്ളം കൊള്ളുന്നതിനേക്കാൾ നല്ലത് അങ്ങോട്ട് മാറി നിൽക്കുന്നത് തന്നെ. ഹേ ക്യൂട്ടി, എന്താണ് ഇവിടെ ഒറ്റക്ക് നിന്ന് സംസാരിക്കുന്നേ? ഇതെവിടുന്ന ഒരു അക്ഷരീരി ഇനി എന്നോടാവോ? ഏയ്, ഞാൻ അത്ര വീട്ടൊന്നല്ലല്ലോ. വേണ്ട ജസ്റ്റിൻ, തിരിഞ്ഞു നോക്കണ്ട. എടോ, തന്നെയാടെ വിളിച്ചേ? എന്തോന്നിത്? ഞാൻ പറഞ്ഞത് ഇവളെങ്ങാനും കേട്ടാ? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇവിടെ ഇത്രയും പിള്ളേരില്ലേ, അപ്പോ എന്നെ ആയിരിക്കില്ല. തനിക്ക് എന്താണ് ചെവിയും കേട്ടൂടെ? എത്ര നേരം എന്നൊരു മനുഷ്യൻ അവിടെ തൊണ്ട കയറി വിളിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കേൾക്കുന്നുണ്ടോ? വായന പഴം വല്ല കുത്തി നിറച്ചിട്ടുണ്ടോ? വായത്തൊന്ന് എന്തെങ്കിലും പറടോ. ഇനി നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, അത്രക്കെ പേടിക്കുന്ന ഐറ്റല്ല ഞാൻ. കോളേജിൽ വന്നിട്ട് പഠിപ്പിക്കുന്ന സാർമാരോട് കത്തിയടിക്കാനല്ലാതെ തന്നെ കൊണ്ടൊന്നും വല്ല പ്രയോജനം ഉണ്ടാ? ഓഹോ, നിന്നോടൊന്നും പറഞ്ഞിട്ട് വല്ല കാര്യമില്ലല്ലോ. ഓഹോ, സാറിന് വായ തുറക്കാൻ അറിയാല്ലേ? പിന്നെ എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? കുറെ നേരമല്ലോ. ഓ, വായ നോക്കാനാണല്ലേ? പ്ലേസ് കൊള്ളാം, ഫ്രണ്ട് ഗേറ്റിന്റെ മുന്നിൽ തന്നെ. പിന്നെ ഇന്നത്തെ കളക്ഷനൊക്കെ എത്ര കിട്ടി? കോഴികൾക്കെല്ലാം അതൊക്കെ അറിയും. എടി കോപ്പേ, കോഴി നിന്റെ വീട്ടിലെടുത്ത ആരിത്? റോസോ, എന്താ ഇവിടെ നിൽക്കുന്നേ? ക്ലാസ്സിലൊന്നും കയറുന്നില്ലേ? ഞാൻ ചുമ്മാ ജെസി സാറെ കണ്ടപ്പോ ഒന്ന് നിന്നേ ഉള്ളൂ. എന്നാ ഞാൻ പോട്ടെ. ഷിറ്റ്, വന്ന് അവളെന്നെ കോഴി വരെ ആക്കി. ഇതിന് ഞാൻ കൊടുക്കുന്നുണ്ട്. എടാ ജസ്റ്റ് കോഴി മേൻ, മമ്മി പറഞ്ഞതൊന്നും മറന്നിട്ടില്ലല്ലോ. എടാ, അവള് ചുമ്മാ തമാശക്ക് ചെയ്യുന്നതല്ലേ ഇതൊക്കെ. നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്ന അതിന്? എടി റോസെ, പണി ഇരുന്ന് വാങ്ങിയുള്ള വരവാണല്ലേ? കൊള്ളാം. ഫസ്റ്റ് പീരീഡ് തന്നെ അങ്ങനത്തെ ക്ലാസ്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം. എന്നാ ശരി, ഞങ്ങള് പോട്ടെ. ബ്രേക്കിന് കാണാം. പിന്നെ റോസെ, ഓൾ ദ ബെസ്റ്റ്. എനിക്ക് സന്തോഷമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലേ? ഫസ്റ്റ് പീരീഡ്, അതും എൻ്റെ കേട്ടിട്ട് ആലോചിക്കുമ്പോ മനസ്സിൽ കുളിർമായി പെയ്യാം. എടാ ആരാണ് എന്താ നോക്കണം? എന്റെ രോമങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. കണ്ട പിന്നെ വല്ലാത്ത ജാതി സന്തോഷം തന്നെയല്ലേ. ആദ്യമായിട്ട് ട്രെയിനിന്റെ മുന്നിൽ തല വെക്കുന്നതിന് ഇത്ര സന്തോഷിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നു. എടാ ആരോണേ, അങ്ങനെ എന്താടാ വരാത്ത? 5 മിനിറ്റ് ആയല്ലോ. ഓ, ദേ വരുന്ന നിന്റെ ഒരു ക്യൂട്ട് 100 വയസ്സാ മോളെ. എനിക്ക് വയ്യ, എന്തൊരു മനപ്പൊരുത്തം. വേവ്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ടല്ലോ. ഡാരോണെ, നീ ഒന്ന് സൂക്ഷിക്കുന്നേ നല്ലതാ. സോ എവരിവൺ, 5 മിനിറ്റ്സ് തരാം. ലാസ്റ്റ് എടുത്ത പോർഷന്റെ ഒരു ചെറിയ ടെസ്റ്റ് പേപ്പർ. സോ വേഗം റെഡി ആയിക്കോട്ടെ. എടി റോസേ, നീ അറിഞ്ഞാ നമ്മൾ പെട്ടു എന്നാ തോന്നുന്നേ. എനിക്കപ്പോഴേ തോന്നിയതാ. ഇതൊക്കെ ഉണ്ടായില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അല്ല, നീ ഒരൊറ്റ എടുത്തി കാരണവാ. കയ്യിൽ എന്താ പട്ടി? നിനക്ക് മനുഷ്യനെ വാങ്ങി നോക്കാൻ സമയക്കൂല തെണ്ടി. ആഹാ, ഏത് നല്ല കുത്ത്. അല്ല, ഇവിടെ നടക്കുന്നോ അല്ല അറിയുന്നുണ്ട് നീ? അയ്യോ, ഇനി 2 മിനിറ്റ്സേ ഉള്ളൂ. ഈ ടെസ്റ്റ് പേപ്പർ എന്താവോ എന്തോ. പിന്നെ PS ഒന്നല്ലല്ലോ ഇത്രക്ക് ഇതാവാനി. നീ ഒന്നും മിണ്ടാതിരുന്നേ. എനിക്ക് ഇവിടെ ഒരു സെക്കൻഡ് പോലും വേസ്റ്റ് ആക്കാൻ പറ്റാത്ത പണിയാ. അപ്പോഴാ അവന്റെ ഒരു ടെസ്റ്റ് പേപ്പർ. ഇതൊക്കെ എവിടുന്ന് വരുന്നുണ്ടോ? അല്ല മോളെ, എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. സംതിങ് ഫിഷി. നീ ആദ്യം ഒന്ന് മിണ്ടാതിരുന്നേ. എന്നിട്ട് ഞാൻ പറഞ്ഞ ശ്രദ്ധയോടെ കേൾക്ക്. ഓഹോ, അങ്ങനെ നീ വായെടുക്ക്. എന്നിട്ട് മതി എന്റെ വായെടുപ്പിക്കാൻ. ഓ, ഇവനെ കൊണ്ട് എടാ പട്ടി തോക്കിൽ കയറി വെടിവെക്കല്ലേ. അവനെ പറയുന്നുണ്ട് കേൾക്ക്. നീ ഇത്രല്ലേ കണ്ടിട്ടുള്ളൂ. ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് പ്ലാൻ ബി. കൊള്ളാം. ഒരു സൈഡ് ടെസ്റ്റ് പേപ്പർ, മറ്റേ സൈഡ് പ്ലാൻ ബി. യു ക്യാരി ഓൺ. പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. പേടിക്കാണെങ്കിൽ ദയവ് ചെയ്ത് ഈ പാവം നീ വെറുതെ വിടണം. അതൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വരും മോനെ. സാബാഷ്, എന്റെ കാര്യത്തിൽ തീരുമാനമായി. സോ ഗൈസ്, ക്ലോസ് ദ ബുക്ക് ആൻഡ് ടേക്ക് എ പേപ്പർ.
ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. 5 മിനിറ്റ്സിനുള്ളിൽ ആൻസർ എഴുതണം. ആൻഡ് വൺ മോർ തിങ്, ഇന്ന് പ്രസന്റ് ആയി എല്ലാവരും ഈ ടെസ്റ്റ് പേപ്പർ എഴുതിയിരിക്കണം. നൗ സ്റ്റാർട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1. വേവ് കൊള്ളാലോ. ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യനും ഈസി ആയി മതിയായിരുന്നു. എടാ പട്ടി, നീ എപ്പോഴും എഴുതാൻ തുടങ്ങി? ഒരു പേപ്പർ താടാ. അയ്യടാ, നിന്റെ മുന്നിൽ തന്നെ ഒരു നോട്ട് ബുക്ക് ഉണ്ടല്ലോ, അതിന് അങ്ങോട്ട് എടുത്തൂടെ? എടാ ആംഗിളൊരു നോട്ടുകാടാ, അതിലാണ് എല്ലാ സബ്ജക്റ്റും എഴുതുന്നേ. ഓ, കണക്കായി പോയി. സാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. എടാ ചതിയ, നീയല്ലേടാ പറഞ്ഞ ഒന്നും അറിയില്ലെന്ന്, എന്നിട്ട് അവന് എഴുതുന്ന കണ്ട പട്ടി ദുഷ്ടൻ. എന്റെ പൊന്നു റോസേ, ഒന്നും മിണ്ടാതിരുന്നേ, എനിക്ക് ഡിസ്റ്റർബൻസ് ആവുന്നു. ഓ, നിന്റെ ഒരു ഡിസ്റ്റർബൻസ് ഇപ്പൊ ശരിയാക്കി തരടാ. ഞാൻ ഇത് കൂറും മര്യാദക്ക് ഒരു പേപ്പർ തന്നു, എന്നിട്ട് എനിക്ക് കാണിച്ചും തന്നു. അയ്യോ, അത് മാത്രം ചെയ്യരുത്. എന്റെ അധ്വാനത്തിന്റെ ഫലാണ് ഈ പേപ്പറിൽ കാണുന്നത്. അത് കയറി എന്റെ ചങ്ക് പിടയും. നിന്ന് വാച കളിക്കത്, പേപ്പർ കാണിച്ചടാ പട്ടി. ഓ, നോക്കി എഴുതി കുരിപ്പേ. ആരോൺ സ്റ്റാൻഡപ്പ്. എന്താ അവിടെ ഒരു സംസാരം? ഓ, പെട്ട് മിന്നാതിരുന്ന് എഴുതിയ എനിക്ക് ഇത് തന്നെ വേണം. നിനക്ക് അങ്ങനെ തന്നെ വേണോടാ ചതിയ ദുഷ്ടൻ. ആ എടുത്തിരിക്കുന്ന ആളും ഒന്ന് എഴുന്നേൽക്കണം. ഇപ്പഴാ ഒരു ആശ്വാസം. എന്തായിരുന്നു അവള് സംസാരം? തന്നോട് ചോദിച്ചേ? അത് പിന്നെ സാറേ, ഒരു ഡൗട്ട് ചോദിച്ചതാ. ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നേ? അവനാണ് പ്രൊഫസർ അതോ ഞാനാണ് പ്രൊഫസർ? ഓ, ഇപ്പൊ ശരിയാക്കി തരട്ടെ കടുവ നിന്നെ. അത് പിന്നെ സാറോട് ചോദിച്ച സാറ് വഴക്ക് പറഞ്ഞു വിചാരിച്ചാ ചോദിക്കാതിരുന്നു. ആ വിചാരം അത്ര നല്ലതല്ല, മാറ്റിയേക്ക്. എന്താ നിന്റെ ഡൗട്ട്? അത് പിന്നെ സാറേ, കൊറേ ആയി ചോദിക്കണം വിചാരിക്കുന്നു. ഓരോ ഡേയ്സ് കഴിയുമ്പോഴും സാറ് ലുക്ക് കൂടി വരുവാ. എന്താ സാറേ ബ്യൂട്ടിയുടെ സീക്രട്ട്? ഒന്ന് പറയുവാണെങ്കിൽ എനിക്കും ട്രൈ ചെയ്യാനായിരുന്നു.